സംഭവിക്കുന്നത് എന്താണ്? ജയിലിലിരുന്ന് ഭരണം നിർവഹിക്കുകയും ഉത്തരവുകൾ ഇറക്കുകയും ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്ന ആം ആദ്മി. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബദൽ പ്രതിഷേധവുമായി ബിജെപി. മോദിയുടെ ഭയം കെജ്രിവാളെന്ന് പോസ്റ്റർ തന്നെ ഇറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആം ആദ്മിക്ക് വേണ്ടി ശക്തമായി പ്രതിരോധിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന കോൺഗ്രസ്. ചരിത്രത്തിൽ ആദ്യമായാണ് അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നത് ഒരു മുഖ്യമന്ത്രി. പക്ഷേ അറസ്റ്റിലായി എന്ന കാരണം കൊണ്ട് കെജ്രിവാളിനെ അയോഗ്യനാക്കാൻ എങ്ങനെ കഴിയും? മുഖ്യമന്ത്രി ആയതുകൊണ്ട് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുകയെന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ അനുമതി കിട്ടുകയും ചെയ്താൽ ജയിലിൽ നിന്ന് ഭരണം നടത്താൻ കെജ്രിവാളിന് സാധിക്കുമെന്നതിൽ തർക്കമില്ല. അതല്ലാത്ത പക്ഷം പ്രായോഗികമായി എങ്ങനെയാണ് മുഖ്യമന്ത്രിയായി തുടരുക? പുറത്തുള്ള കെജ്രിവാളിനെക്കാളും ബിജെപി ഭയക്കുന്നത് ജയിലിലുള്ള കെജ്രിവാളിനെയല്ലേ എന്നതാണ് ചോദ്യം. അതാണോ രാജി ആവശ്യപ്പെട്ട് ബിജെപി തുടരുന്ന ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ? ഡൽഹി ഭരണസ്തംഭനത്തിലേക്കോ രാഷ്ട്രപതി ഭരണത്തിലേക്കോ ബിജെപിയുടെ അടുത്ത നീക്കം എന്താണ്? ചർച്ച ചെയ്യുന്നു അന്തിചർച്ച. സ്വാഗതം. പാനലിസ്റ്റിൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ആം ആദ്മി പാർട്ടിയുടെ വിനോദ് വിൽസൺ മാത്യു, ഒപ്പം ബിജെപി നേതാവ് TS ഉല്ലാസ് ബാബു. ആദ്യം വിനോദ് വിൽസൺ മാത്യു, ഈ പോരാട്ടം എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും? രാജിയില്ലാതെ ഇങ്ങനെ തന്നെ ഭരണം നടത്തുകയും ഉത്തരവുകൾ ഇറക്കുകയും ചെയ്യുന്ന ഒരു രീതി എത്ര കാലം കൊണ്ടുപോകാൻ കഴിയും? പ്രായോഗികമായി ഇത് എത്ര കാലത്തേക്ക് നടപ്പിലാകും? അല്ല, അത് നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി സംഭവിക്കേണ്ടതാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഈ ചർച്ചയുടെ ടാഗ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് BJPക്ക് കേജ്രിവാളിനെ പേടിയോ അല്ലെ ഭയമോ എന്നാണ്. നമ്മൾ കേരളത്തിലിരിക്കുകയാണ്. ഞാൻ ആം ആദ്മിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ മാധ്യമങ്ങൾ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത് മാധ്യമങ്ങൾ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നതിന് വലിയ മടി കാണിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഇവിടെ പ്രത്യേകിച്ച് MLA-മാരും MP-മാരും ഒന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് ആകെ ഇപ്പോൾ ഉള്ളത് ഒരു വാർഡ് മെമ്പർ മാത്രമാണ് ഇടുക്കിയിൽ കരിങ്കുന്നം എന്ന സ്ഥലത്ത്. പക്ഷേ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പറയുന്ന ആം ആദ്മിയെ പറ്റി ചർച്ച ചെയ്യുന്നു, ആം ആദ്മിക്ക് സ്പേസ് കൊടുക്കുന്നു. നിങ്ങൾ ടാഗ് ലൈൻ തന്നെ എന്താണ്? പേടിയോ ഭയമോ എന്നാണ്. അത് തന്നെയാണല്ലോ അതിൻ്റെ ഉത്തരവും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മറ്റൊരു ഇതൊരു നാഷണൽ പാർട്ടിയാണ്, പക്ഷേ പ്രാദേശികമായി ഉയർന്നു വന്നൊരു പാർട്ടിയാണ്. ഡൽഹിയിൽ പഞ്ചാബിൽ ഭരിക്കുന്നു, ഗുജറാത്തിൽ 13% വോട്ട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കിട്ടി. അതിനുശേഷം ഹരിയാനയിലൊക്കെ അതിൻ്റേതായ വേരുറപ്പിക്കുന്നൊരു പാർട്ടിയാണ്. മറ്റേതെങ്കിലും ഇത്തരമൊരു നേതാവിന് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം പതിറ്റാണ്ടിൽ കോൺഗ്രസ് ഒക്കെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു നേതാവിന് ഇത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ഉടനീളം കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം ആം ആദ്മി പ്രവർത്തകർ ഉള്ളിടത്തും ഇല്ലാത്തതുമൊക്കെ ഒരു കോമൺ കോസിന് വേണ്ടി ആം ആദ്മിക്കൊപ്പം അല്ലെ ആം ആദ്മിയുടെ കൂടെ മറ്റ് ഇതര ജനാധിപത്യ മതേതര കക്ഷികൾ ഒന്നിക്കുന്ന ചരിത്ര മുഹൂർത്തം ഇന്ത്യയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് BJPയുടെ ഭയം. അവരെ ഭയപ്പെടുന്നത് എല്ലാം വളരെ ഈസി ആയിട്ടെല്ലാം 2024 തെരഞ്ഞെടുപ്പോടുകൂടി പിന്നെ ഏകകക്ഷി ഭരണത്തിലേക്ക് പോകാം എന്നൊക്കെ വ്യാമോഹിച്ചിരുന്ന BJPക്ക് ആം ആദ്മി എന്ന് പറയുന്നത് വലിയ ഭയപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഒരു കണക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു അപർണയ്ക്ക് അറിയാം, കേരളത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യ സഖ്യം എങ്ങനെ ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് 2019 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അന്നേ ഡൽഹിയിൽ കോൺഗ്രസുമായി ചർച്ച തുടങ്ങിയ പാർട്ടിയാണ് ആം ആദ്മി. അന്ന് നമുക്കറിയാം PC ചാക്കോ ഇന്ന് അദ്ദേഹം കോൺഗ്രസിലില്ല. അദ്ദേഹത്തിനായിരുന്നു ഡൽഹിയുടെ ചാർജ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അദ്ദേഹവുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ആം ആദ്മി. നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒറ്റയ്ക്ക് നിന്നാൽ BJPയെ വീഴ്ത്താൻ കഴിയില്ല എന്ന ബോധ്യവും ആ സമയത്ത് തന്നെ ആം ആദ്മി കൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്കെതിരെ എന്താ പറഞ്ഞത്? ഞങ്ങൾ BJPയുടെ B ടീമാണെന്ന്. അല്ല, നിരന്തരമായ പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം അന്ന് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ദേശീയ പാർട്ടിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ സഖ്യം പിന്നീട് ഉണ്ടായില്ല. നമ്മൾ ഇന്ത്യ സഖ്യത്തിലേക്ക് നോക്കൂ. ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യാൻ തയ്യാറായ ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മിയല്ല. മറ്റു പലരും ഭിന്നിച്ചു പോയപ്പോൾ അവിടേക്ക് വന്ന് നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറ് മരിച്ചു കിടക്കുന്ന ആ ദിവസം രാത്രിയിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഥമ യോഗം ബാംഗ്ലൂരിൽ വെച്ചുണ്ടായിരുന്നത്. പക്ഷേ അവിടെ കേജ്രിവാൾ വെച്ച ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിർദ്ദേശം? പാർലമെന്റിൽ ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരമാധികാരം കൊടുക്കുന്ന ആ ബില്ലിൽ പാർലമെന്റിൽ കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചു. കോൺഗ്രസ് ആദ്യം അതിനെ എതിർത്തു. പക്ഷേ കോൺഗ്രസിന് മനസ്സിലായി, കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ആം ആദ്മിക്കൊപ്പം നിന്നു. നമ്മൾ കണ്ടതല്ലേ, അന്ന് രാത്രിയിൽ അതിൻ്റെ ഉദ്ദേശം 11 മണിയോടുകൂടി ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങി അരവിന്ദ് കെജ്രിവാളും രാഘവ് ചദ്ദയും മല്ലികാർജ്ജുന ഖാർഗെയും KC വേണുഗോപാലും ഇറങ്ങി വന്ന് സ്വീകരിച്ച ആ ചിത്രം നമ്മൾ കണ്ടതല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മതേതര മുന്നണിക്ക്
കോൺഗ്രസിനോടൊപ്പം, കോൺഗ്രസ് വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ഇന്ത്യയിലുടനീളം വേരുള്ളൊരു പാർട്ടിയാണ്, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആം ആദ്മിക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതിന് കണക്കൂടി പരിശോധിക്കാം. ഒരു വലിയ രീതിയിൽ 400 സീറ്റ് അല്ലെങ്കിൽ 400 സീറ്റിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മളിപ്പോൾ എന്താ ചിത്രം തെളിഞ്ഞു വരുന്നത്? ആം ആദ്മിയും കോൺഗ്രസ് തമ്മിലുള്ള ആ സഖ്യം കൃത്യമായി വർക്കൗട്ട് ആവുകയാണെങ്കിൽ BJPക്ക് എവിടെയൊക്കെ നഷ്ടമുണ്ടാവും? ഗോവയിൽ 2 ലോക്സഭാ സീറ്റാണുള്ളത്. അവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്നു. ആം ആദ്മി അവിടെയുണ്ട്, ആം ആദ്മി സപ്പോർട്ട് കൊടുക്കുന്നു. ഗുജറാത്തിൽ 2 സീറ്റുകളാണ് ആം ആദ്മി കിട്ടിയിരിക്കുന്നത്. ബാക്കി 26 സീറ്റിൽ 26 സീറ്റുള്ളതിൽ 2 സീറ്റിൽ ആം ആദ്മി മത്സരിക്കുമ്പോൾ ബാക്കി 24 സീറ്റിലും ഈ പറയുന്ന കോൺഗ്രസ് മത്സരിക്കുന്നു. അവിടെ ഗുജറാത്തിൽ 13% വോട്ട് ഞങ്ങൾക്കുണ്ട്, 5 നിയമസഭാ MLA-മാർ ഞങ്ങൾക്കുണ്ട്. അപ്പം നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ചെന്ന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നേരിട്ട് ഫൈറ്റ് ചെയ്ത് 13% വോട്ട് നേടുകയും കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും വോട്ടും കൂടെ ഒരുമിച്ച് വന്നാൽ ഈ ലോക്സഭാ സീറ്റിൽ ഈ പറയുന്ന തൂത്തുവാരുന്ന പരിപാടി നടക്കത്തില്ല എന്ന് BJPക്ക് മനസ്സിലായി. വിനോദ്, രാഷ്ട്രീയപരമായി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ അതൊരു ദീർഘദർശിത്വമാണ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഡൽഹിയിൽ നടന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP അതൊരു ബദൽ ആം ആദ്മിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എത്രത്തോളം ശക്തമായ പ്രതിഷേധത്തിലാണോ അതിനൊരു ബദൽ പ്രതിഷേധവുമായി BJP വരുന്നു. അതിന് BJP ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ അത് കേജ്രിവാളിന്റെ രാജിയാണ്, ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തരുത് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. അതിന്റെ ഒരു പ്രായോഗികത ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആ പ്രതീക്ഷകളൊക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴത്തേക്ക് എത്ര കാലത്തേക്ക് അത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡി കഴിഞ്ഞിട്ട് അത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കുകയാണെങ്കിൽ ജയിൽ നിയമങ്ങളൊക്കെ ബാധകമാകും. ക്യാബിനറ്റിനെ യോഗം വിളിക്കാൻ കഴിയില്ല, അടിയന്തര വിഷയങ്ങൾ ഇടപെടാൻ കഴിയില്ല, ഉത്തരവുകൾ കൊടുക്കാൻ കഴിയില്ല, മീറ്റിംഗുകൾ നടത്താൻ കഴിയില്ല. എങ്ങനെ പ്രാക്ടിക്കലായ കേജ്രിവാളിനെ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയും? അല്ല, അതാണ് പറഞ്ഞത്. അതിന്റെ ധാർമ്മിക വശത്തെ പറ്റി നമുക്ക് സംസാരിക്കേണ്ട. കാരണം ധാർമ്മികതയെ പറ്റി പറയാൻ BJPക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് ആദ്യം അവർ പറയട്ടെ. നമുക്ക് ധാർമ്മികതയിലേക്ക് പോകണ്ട, നിയമവശത്തിലേക്ക് തന്നെ സംസാരിക്കാം. അത് നമുക്കറിയാം, ഭരണഘടനാ വിദഗ്ധരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരു പക്ഷേ കോടതിയിലേക്ക് വരും, കോടതി അത് പരിശോധിക്കേണ്ടതാണ്. അതിലേക്കൊന്നും ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, BJP ഇതാണ് ആഗ്രഹിച്ചതും. BJP ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് അവർ എത്തുകയല്ലേ. അവർ കേജ്രിവാളിനെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചു, കേജ്രിവാളിനെ മാറ്റി നിർത്താൻ വേണ്ടി കേസെടുത്തു. അതിനുശേഷം കേജ്രിവാളിന്റെ രാജി, കേജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം, കേജ്രിവാൾ എന്ന് പറയുന്ന വലിയ വിദ്യാഭ്യാസമുള്ള, കൃത്യമായി അറിവുള്ള ഒരു മനുഷ്യനാണ്, പഠിച്ച കൃത്യമായി രാജ്യതന്ത്രജ്ഞതയുള്ളൊരു മനുഷ്യനാണ്. അല്ലാതെ ഇവരെ പോലെ ഞാനത് ആ വാചകമൊന്നും ഈ ഫ്ലോറിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, അദ്ദേഹം വളരെ കൃത്യമായി ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഏതെങ്കിലും വകുപ്പുകൾ കൈകാര്യം ചെയ്യാതിരിക്കുന്നുണ്ടോ? ഡൽഹി മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ഒരു വകുപ്പുമില്ല. അത് അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. അദ്ദേഹം ഇതൊക്കെ ഈ EDയുടെ സമൻസ് 9 സമൻസ് വന്നപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഹാജരായില്ല എന്ന് ചോദ്യം ഉന്നയിക്കുന്നു. EDയുടെ സമൻസ് ആദ്യം വന്നപ്പോൾ തന്നെ കേജ്രിവാൾ പറഞ്ഞു, മനീഷ് സിസോയുടെ അറസ്റ്റിന് ശേഷം എന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക, എന്നിലേക്കാണ് അറസ്റ്റ് വരുന്നത്. അദ്ദേഹം എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടത്തില്ല അല്ലെങ്കിൽ കേസുമായി BJP വരത്തില്ല എന്നും അദ്ദേഹം ന്യായം വെച്ചിട്ടില്ല. പക്ഷേ BJPയുടെ സമൻസിന് EDയുടെ സമൻസ് ഞാൻ പറയുന്നില്ല, സമൻസിന് പോയി വിധേയപ്പെടാൻ, ആ പ്ലേയിൽ പോയി നിൽക്കാൻ കേജ്രിവാൾ ആഗ്രഹിച്ചില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വകുപ്പുകളില്ല. ഭരിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണ് മന്ത്രിമാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാം ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തിന്റെ വീട്ടുതടങ്കലിലേക്ക് ആക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഭരിക്കാം എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ നിയമ പോരാട്ടമാണ്. പക്ഷേ BJPയുടെ രാഷ്ട്രീയ ആവശ്യം എന്താണ്? അദ്ദേഹത്തിന്റെ രാജിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതെ ഇരിക്കണം. കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ കേജ്രിവാൾ മുഖമുണ്ടാവാൻ പാടില്ല. ആം ആദ്മിയെ ചിഹ്ന ഭിന്നമാക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ അവിടെയൊക്കെ നരേന്ദ്രമോദിക്ക് തെറ്റി, മിസ്റ്റർ നരേന്ദ്രമോദി. കാരണം നിങ്ങൾ നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു ആരോപണമായിട്ട് പറയില്ല, കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു രണ്ടാം കിട നേതാക്കന്മാരെ പലപ്പോഴും വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഒരു വിമർശനം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാനത് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 12 വർഷമായി മാത്രമുള്ള ഒരു പാർട്ടിയിൽ കേജ്രിവാൾ എന്ന് പറയുന്ന തലയെ പിടിച്ച് അകത്തിട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് നേതൃത്വത്തിലേക്ക് അതിഷി വരുന്നു, സൗരഭ് ഭരദ്വാജ് കടന്നു വരുന്നു, അതുപോലെ തന്നെ സന്ദീപ് പതക്ക് വരുന്നു. ഇവർ കൊടുക്കുന്ന നിർദ്ദേശം, ഇവരെ റോഡിലിറങ്ങി കാണിക്കുന്ന ഉഷിരും ആവേശവും പ്രവർത്തകർക്കും രാജ്യത്തിനും, അതിഷി എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിൽ പഠിച്ച വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, അവരൊരു നാഷണൽ ഫിഗറായി മാറുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്വതന്ത്രമായ രാഷ്ട്രീയ സംവിധാനമുണ്ട്, എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലാതെ ഞാനതാ പറയുന്നത്, അതിൽ അഭിമാനിക്കുക, ഒരു വ്യക്തി എന്നല്ല അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് ഈ കേജ്രിവാളിനെ അകത്തിട്ടതുകൊണ്ട് ആം ആദ്മിയുടെ ആശയം ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആം ആദ്മി എന്ന് പറയുന്ന നരേന്ദ്രമോദി മനസ്സിലാക്കുക, ആം ആദ്മി എന്ന് പറയുന്ന കേജ്രിവാൾ അല്ല, കേജ്രിവാൾ ഉയർത്തിയ ആശയമാണ്
BJPയുടെ ആശയം എന്ന് പറയുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവരെ വിഘടിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ കേജ്രിവാളിന്റെ ആശയം എന്ന് പറയുന്നത് വെൽഫെയർ രാഷ്ട്രീയമാണ്. എല്ലാവർക്കും വൈദ്യുതിയും വെള്ളവും ആരോഗ്യവും ഒക്കെ കൊടുക്കുന്ന സമാധാനപൂർവ്വം ജീവിതത്തിന്റെ ആശയമാണ് കേജ്രിവാൾ വെച്ചിരിക്കുന്നത്. അല്ല കേജ്രിവാൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഒരു കേജ്രിവാളിനെ അകത്തിട്ടാൽ 1000 കേജ്രിവാൾമാർ റോഡിലുണ്ടാവും. അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം കാണാൻ പോകുന്നതും അതാണ്. വിനോദ്, ഞാൻ തിരികെ എത്താം. ശ്രീ ഉല്ലാസ് ബാബു, BJP നേതാവ്, BJPക്ക് ഏറ്റവും ഭയം കേജ്രിവാൾ എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ആം ആദ്മി സമൂഹ മാധ്യമങ്ങളിൽ DP ക്യാമ്പയിൻ നടത്തുന്നത്. ഇത്രയേറെ ഭയക്കുന്നുണ്ടോ ആം ആദ്മി പാർട്ടി? അല്ലെങ്കിൽ എന്തിനാണ് ജയിലിനകത്തിട്ടിട്ട് പോലും രാജിക്ക് വേണ്ടി ഈ രീതിയിലുള്ള പ്രതിഷേധവും അടിച്ചമർത്തലുകളും നടത്താൻ BJP മടി കാണിക്കാത്തത്? അപർണയുടെ ഇന്നത്തെ അന്തിച്ചർച്ചയുടെ ഹെഡിങ് അത് തന്നെ തെറ്റാണല്ലോ. BJPക്ക് എന്തിനു കേജ്രിവാളിനെ ഭയക്കണം? നിങ്ങൾ ആ ചർച്ചയുടെ ഹെഡ്ലൈൻ ഇട്ടത് തന്നെ നിങ്ങളുടെ 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. BJPക്ക് ഒരു കേജ്രിവാളിനെയും ഭയമില്ല. അവരങ്ങനെ പറയുന്നു. അവരല്ലാണ്ട് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാര് അവരെ ഭയമുണ്ടെന്നല്ലാതെ മോദിയുടെ പ്രവർത്തനങ്ങളോ ഡെവലപ്മെന്റ്സ് അവർ പറയുമോ? അവർ പറയില്ല. എന്താണ് വിനോദ് മാത്യു വിൽസൺ പറയുന്നത്? വിനോദ് മാത്യു വിൽസൺ പറയുന്നത് കേജ്രിവാൾ 1000 കേജ്രിവാൾ തഗ്ഗിനൊക്കെ കൊള്ളാം, പക്ഷേ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു. ഞാനിപ്പോൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരുവിധ പഞ്ചായത്തുകളിൽ യാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഡോക്ടർ TN സരസുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് കേജ്രിവാൾ അറസ്റ്റ് ഇതൊന്നും വിഷയമല്ലെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷമായിട്ട് നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ ജനങ്ങളിലേക്ക് ഡയറക്റ്റായി ചെന്നെത്തിച്ച് വീടാന്തരം കയറി സമ്പർക്കം ചെയ്ത് അതിലൂടെ ഞങ്ങൾ 400 സീറ്റുകളിലേക്ക് പോകുക എന്ന് പറയപ്പെടുന്ന ദൌത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് എന്ത് കേജ്രിവാളിനകത്ത് കൃത്യമായിട്ട് അപർണയ്ക്ക് അറിയാത്തതാണോ? വളരെ സിമ്പിൾ ആയിട്ടല്ലേ വിനോദ് മാത്യു അതിനെക്കുറിച്ച് പറഞ്ഞത്? എന്താ അതിന്റെ കാര്യം? 9 തവണ സമൻസ് അയച്ചത് അത് കേജ്രിവാളിനായാലും ആർക്കായാലും അപർണയ്ക്കായാലും ഉല്ലാസ് ബാബുവിനായാലും വിനോദിനാണെങ്കിലും അത് ഹാജരാവണം. എന്താ കേജ്രിവാൾ ഉന്നയിച്ച വിഷയം? ആദ്യം കീഴ്ക്കോടതിയിൽ, പിന്നെ ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിലടക്കം എന്താ പറഞ്ഞത്? ഇന്ററിം പ്രൊട്ടക്ഷൻ അവർ ആവശ്യപ്പെട്ടത്. എന്തിനാ ഇന്ററിം പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടെ? ഇന്ററിം പ്രൊട്ടക്ഷനെ അറസ്റ്റ് ചെയ്യരുത്, എന്നെ ചോദ്യം ചെയ്യരുത്. ഒരു വ്യക്തി പറയാണ് മടിയിൽ കനമില്ലെങ്കിൽ എന്തിനു ഭയക്കണം സർ? അങ്ങനെ 9 സമൻസ് വന്നിട്ട് അതിനെ ഇവർ നിരാകരിച്ചുകൊണ്ട് ഒരു വ്യക്തി അതിനെ നിരാകരിച്ചതിന് ശേഷം വ്യക്തി പിന്നെ പോകുന്നു, എന്നെ അറസ്റ്റ് ചെയ്യരുത്, എന്നെ ചോദ്യം ചെയ്യരുത്. ഇന്ററിം പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടാണ് ഹൈക്കോടതി കൊടുക്കാഞ്ഞത്? ഹൈക്കോടതി BJPയുടേതാണോ? കീഴ്ക്കോടതി BJPയുടേതാണോ? അവർ കൃത്യമായിട്ട് ഒരു ഇന്ററിം പ്രൊട്ടക്ഷൻ പെറ്റീഷൻ വരുന്ന സമയത്ത് വിനോദ് മാത്യു വിൽസന് ഞാൻ അത് പഠിപ്പിച്ചു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. എന്താ കോടതി വെറുതെ പിറ്റൂസം കാലത്ത് പറ്റില്ല എന്ന് പറയണോ? അല്ലല്ലോ. കോടതി അതിന് കൃത്യമായിട്ട് അതിന്റെ EDയുടെ സൈഡിൽ നിന്ന് കേട്ടിട്ടുണ്ടാവാം. അതിന്റെ മറ്റ് ഭാഗങ്ങളൊക്കെ കേട്ടതിന് ശേഷം റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യാതിരിക്കേണ്ട കാരണം എന്താണുള്ളത് എന്ന് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ പെറ്റീഷൻ തള്ളിക്കളയുകയും ചെയ്യുന്നു. തള്ളിക്കളഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെന്താ ജാമ്യം കിട്ടാഞ്ഞത്? ഓടിപ്പോയി സുപ്രീം കോടതിയിൽ പോയല്ലോ. സുപ്രീം കോടതിയിൽ പോയ പെറ്റീഷൻ എന്താ ഒരു പിൻവലിച്ചോടിയത്? എന്താ പിൻവലിക്കാൻ കാരണം? ഡൽഹിയിൽ ഒരു കാര്യം നടക്കുമ്പോഴേക്കും ഓടി സുപ്രീം കോടതിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനം വന്നാൽ അടിപൊളി കോടതി, ഇവർക്ക് പ്രതികൂലമായ കാര്യം വന്നാൽ അത് മോദിയുടെ കോടതി. എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്? പിന്നെ ഇവർ ആം ആദ്മി പാർട്ടി ഒരുപാട് പേർക്ക് സ്പേസ് കൊടുക്കുന്ന പാർട്ടി. നിങ്ങൾ കൊടുത്തപ്പ നിങ്ങളുടെ പാർട്ടിയുടെ എല്ലാ ആളുകൾക്കും നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ 10-20 സീറ്റുകളിൽ മത്സരിച്ച് 100-400 സീറ്റുകളിലേക്ക് വിജയിക്കാൻ പോകുന്ന ഞങ്ങളോട് മത്സരിച്ച് ജയിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ നിങ്ങൾ ഞങ്ങളെ അങ്ങ് വർപ്പിക്കുന്നല്ലേ? നിങ്ങൾ വർപ്പിക്കുന്നേ. ജനകീയ കോടതിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമല്ലേ? നമുക്ക് നോക്കാം. പിന്നെ വെൽഫെയർ ആണ് നിങ്ങളുടെ ഉദ്ദേശം. നല്ല വെൽഫെയറാ ആം ആദ്മി പാർട്ടി. ഇന്ന് എന്താ വന്ന വലിയ വാർത്ത നിങ്ങൾ എന്താ കേൾക്കാൻ? ഞാൻ വെൽഫെയറിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പ 140 കോടി റുപ്യ ഖാലിസ്ഥാൻ സെപ്പറേറ്റിസ്റ്റ് അത് പറഞ്ഞ വിഘടനവാദികളുടെ കയ്യിൽ നിന്ന് സുഖമായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അതിനു മുൻപ് ആരെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ബോംബ് ബ്ലാസ്റ്റിൽ 9 പേർ മരിച്ച കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ റിലീസ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് ഈ മിടുക്കൻ അതായത് അരവിന്ദ് കെജ്രിവാൾ പോയിട്ട് 140 കോടി റുപ്യ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മനോജ് സിസോദിയും കൂടി അതിന് മുൻപ് അതായത് ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി അവനും കൂടി പോയിട്ട് വീണ്ടും ഒരു 10-60 കോടി റുപ്യ അതിന് മുൻപും പോയി മേടിച്ചു എന്ന് കൃത്യമായിട്ട് കൊടുത്തവർ തന്നെ പറഞ്ഞില്ലേ? എന്താ അതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? കോടിക്കണക്കിന് റുപ്യ. ഇതിന് പിന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ഇതിന് ചരിത്രമുണ്ടല്ലോ. കെജ്രിവാളിന്റെ വെൽഫെയർ ചരിത്രം ഒന്ന് എടുത്ത് എന്താ ചരിത്രം? ഇവർ എന്തിനാ ഇതിനു മുൻപേ
അണ്ണാ ഹസാരയുടെ കൂടെ നിന്നിട്ട് ജന്തർ മന്ദറിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ മറക്കുമോ? നിങ്ങളുടെ കയ്യിലുണ്ടാകുമല്ലോ. എന്തായിരുന്നു ഒരു ഭരണകർത്താവ് വിഷയമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് മടിയിൽ കനമില്ലാത്തവന് പേടിക്കണ്ടല്ലോ എന്ന് പറയുന്നു, കോടതി ഉണ്ടല്ലോ എന്ന് പറയുന്നു. കോടതിയുണ്ട്, നിയമ പോരാട്ടങ്ങളുണ്ട്, അത് ആ വഴിക്ക് നടക്കട്ടെ. BJP എന്തിനാണ് പ്രതിഷേധം നടത്തുന്നത്? വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ നടത്തിയല്ലോ. ആ പ്രതിഷേധത്തിന്റെ ആവശ്യം എന്താണ്? കോടതി വഴി അങ്ങ് പോകട്ടെ. എന്ത് പ്രതിഷേധം? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കേരളത്തിലടക്കമുള്ള കാര്യങ്ങളിൽ ഇതുപോലത്തെ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ, നിരവധി കേസുകൾ, സോളാർ കേസ് അടക്കമുള്ള ആരോപണങ്ങൾ വരുമ്പോൾ കേരളത്തിന്റെ തെരുവീതികളിൽ ഇതുപോലെ സമരങ്ങൾ നടത്തി അഴിമതിയുടെ കറപുരണ്ട നേതാക്കന്മാർ അധികാര ശ്രേണിയിൽ വരണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം നടത്തുകയും രാജിവെക്കുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ പാരമ്പര്യവും ചരിത്രവും അപർണയും ഞാൻ പഠിപ്പിച്ചു തരേണ്ടല്ലോ മാധ്യമപ്രവർത്തകയെ. ഇവിടെ കേജ്രിവാൾ എന്ന് പറയപ്പെടുന്ന വ്യക്തി പത്മശ്രീ അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ ചവിട്ടി തട്ടി വീണതിനല്ല അറസ്റ്റിലായത്. അദ്ദേഹം കോടിക്കണക്കിന് ഉറുപ്പിയെ സുഖമായിട്ട് അങ്ങോട്ട് കട്ടിട്ട് അതങ്ങോട്ട് വാങ്ങിച്ചു വെച്ചിട്ട് അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വെൽഫെയർ ഉണ്ടാക്കിയെന്ന്. വെൽഫെയർ ആർക്കും ഉണ്ടാക്കിയ അതിനകത്തൊരു രാഷ്ട്രീയമില്ലേ? അത് വിനോദ് പറയട്ടെ. പക്ഷെ ഞാനൊരു രാഷ്ട്രീയം ചോദിക്കാം. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള പാർട്ടി ആം ആദ്മി പാർട്ടി. നിലവിൽ ഡൽഹി പിടിച്ചെടുക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കെജ്രിവാളിനെ ഇല്ലാതാക്കണം. ആ രീതിയിലേക്ക് പോകുമ്പോൾ ജയിലിനകത്തിരുന്നും ഭരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ജനങ്ങൾ അതിനൊപ്പം നിൽക്കുന്ന സാഹചര്യം വരുന്നു. പ്രതിഷേധവുമായി, അറസ്റ്റിനെതിരെ പ്രതിഷേധവുമായി ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ നിങ്ങളുടെ പദ്ധതി പൊളിയുന്നു. ആ പദ്ധതി പൊളിയുമ്പോൾ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ BJP നിർബന്ധിതമാകുന്നു. അതല്ലേ സത്യം? നല്ല രസകരമായ തിരക്കഥ. സിനിമയ്ക്ക് കൊള്ളാം, അത് ചർച്ചയ്ക്ക് കൊള്ളൂല. എന്റെ അപർണെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡൽഹിയിലെ ഒരു മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു വ്യക്തി നല്ല കളവ് നടത്തിയിട്ട് ആരോപണ വിധേയനായി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന, ഡൽഹിയിലെ പ്രതിപക്ഷ സംഘടനയും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും അതിനകത്ത് കൃത്യമായി രംഗത്ത് വന്നാൽ അതിലെന്താ കുഴപ്പം? പിന്നെന്താ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ ഭാഗം ഒന്നടങ്കം ഈ കോൺഗ്രസിന് എന്താ കെജ്രിവാൾ മിടുക്കനായേ? കോൺഗ്രസ് അമിത് മാളവി അടക്കമുള്ള, സുപ്രിയ അടക്കമുള്ള, അജയ് മാക്കൻ അടക്കമുള്ള, അനിൽ എന്ന് പറയപ്പെടുന്ന ഡൽഹി പ്രദേശ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അരവിന്ദ് കെജ്രിവാളിന് കോവിഡ് നോക്കാൻ നേരമില്ല, കോവിഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരമില്ല, ഓന് കക്കാനാണ് നേരമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പെറ്റീഷൻ എഴുതി പോലീസിന് കൊണ്ടുകൊടുത്ത ആളുകളാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന. ഇപ്പൊ ശുദ്ധീകരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മവെച്ച് ഞാൻ വലിയ ജനാധിപത്യ വ്യവസ്ഥയിൽ കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെടുന്നത്. ആ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കും. ഞങ്ങൾക്ക് ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക, കെജ്രിവാൾ ജയിലിൽ കിടന്ന് സമരം നയിക്കുക, കെജ്രിവാൾ മുഖ്യമന്ത്രിയാവുക, എങ്ങനെയാണ് ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രി സംവിധാനം? എന്റെ തെങ്ങുകൊള്ളുന്ന വിനോദം, നിങ്ങൾ 12 മണിക്കൂർ നേരം പ്രസംഗിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. സഹിഷ്ണുത എന്ന് പറയപ്പെടുന്ന കാണിക്കാനുള്ള മാന്യത കാണിക്കുക. നിങ്ങളൊരു വലിയ പാർട്ടിയുടെ നേതാവാണെന്നല്ലേ വെപ്പ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കപ്പ, അത് കേൾക്കാനുള്ള മാന്യത കാണിക്കേ. ചർച്ചയുടെ മാന്യത വിനോദ് എന്നെ പഠിപ്പിക്കേണ്ട. എന്റെ മാന്യത ഞാൻ പഠിച്ചോളാം. വിനോദിന്റെ മാന്യത സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും ഈ കേരളത്തിൽ ഒരു കാര്യമില്ല സർ. നിങ്ങളുടെ മാന്യത സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ വെച്ച് ആരാക്കി മടക്കി പോകരുത് വെച്ചോ. ഞാനെന്ത് പറയണമെന്നുള്ളതും ഞാൻ തീരുമാനിച്ചോളാം. അതിനാവുമ്പോ വിനോദ് പഠിപ്പിച്ചോട് പറയണ്ട. അല്ല, നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പ്രസംഗിച്ച സമയത്ത് ഒരു ഇടപെടൽ ഉണ്ടായില്ലല്ലോ. ഞാൻ ഇടപെട്ടോ? ഞാൻ പറയുമ്പോ കാണിക്കണമെന്നൊന്ന് പറഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് ഇരുന്നിട്ട് ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് നല്ല കളവ് നടത്തി കാട്ട് കാശ് നിന്നിട്ട് അതിന്റെ പേരിൽ മാന്യത ചമഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് ജയിലിൽ ഇരുന്നിട്ട് ഭരിക്കുമെന്നോ? ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. ഇവിടെ കൃത്യമായിട്ട് അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർ കട്ടാൽ അവിടെ ഭരിക്കാൻ പറ്റും. മുഖ്യമന്ത്രി കസേരയിൽ ഞാൻ ഭരിച്ചോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കേ. കോടതി അല്ലാതെ നിങ്ങൾ ഇപ്പൊ അവിടെ ഇരുന്ന് ഓർഡർ അങ്ങ് എഴുതി കൊടുത്താൽ ആ ഓർഡർ മുഴുവൻ നടപ്പിലാക്കാനുള്ള സംസ്ഥാനം നോക്കുകുത്തികളായി ജനങ്ങൾ മാറുമെന്ന് നിങ്ങൾ ധരിച്ചുവെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അധപതന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അല്ലാതെ അത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. BJPക്ക് കേജ്രിവാൾ ഭയമല്ല അപർണ, ഭയം പോയിട്ട് അതിന് ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം. 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന അജണ്ട ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട്
കൊണ്ട് രാഷ്ട്രീയ Yes, മേഖലയിൽ എനിക്ക് വിജയം കോൺഗ്രസിന്റെ നേടും. നിലപാട് അതിൽ കൂടി ഞങ്ങളോട് അറിഞ്ഞ ദുഃഖം ശേഷമേ തോന്നിയിട്ട് കാര്യമില്ല. ഇടവേളയിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് വസന്ത് പറയുന്നതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഇടവേള പോയിട്ട് വരേണ്ടി വരും. ഞാൻ വസന്തിലേക്ക് തന്നെ തിരികെ എത്തും. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, പ്രധാനപ്പെട്ട വിഷയം കേജ്രിവാൾ ജയിലിനകത്ത് നിന്ന് ഭരണം നടത്തുന്നു, അത് നിയമപരമായി നടക്കട്ടെ, ധാർമ്മികമായി പറയാൻ BJPക്ക് എന്ത് അവകാശം എന്ന് ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് തന്നെയാണ് ആം ആദ്മിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ജയിലിൽ കിടന്നത് ഭരണം നടത്തുന്നത് അധാർമികമല്ലേ എന്നുള്ളൊരു BJPയുടെ ചോദ്യമുണ്ടല്ലോ, അതിൽ സാങ്കത്യമില്ലേ? യാതൊരു പ്രശ്നമില്ലെന്നേ. കാര്യം നിശബ്ദമായ ഒരു അടിയന്തരാവസ്ഥയിലാണ് രാജ്യം. അപ്പോൾ അത് എന്താണ് പറയുക, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അനിതര സാധാരണമായ രീതിയിൽ ഒരു യുദ്ധമുഖം കേന്ദ്ര സർക്കാർ തന്നെ തുറന്നു വെക്കുമ്പോൾ അതേ രീതിയിൽ പ്രതികരിക്കേണ്ടതായി വരും. ചിലപ്പോൾ ജയിലിൽ ഇരുന്ന് ഭരിക്കേണ്ടതായി വരും. ചിലപ്പോൾ തൂക്കുമരത്തിൽ കയറി നിന്ന് നരേന്ദ്രമോദിക്കെതിരായി മുദ്രാവാക്യം വിളിക്കേണ്ടതായി വരും. അപ്പോ കേന്ദ്രം ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്ലോട്ട് ഉണ്ട്, അത് യുദ്ധമുഖമാണ്, യുദ്ധ പ്രഖ്യാപനമാണ്. അവിടെ ആ രീതിയിൽ തന്നെ സമരങ്ങളുമായി ഒരുപക്ഷെ ഡൽഹി ഭരിക്കുന്നവർക്കോ അല്ലെങ്കിൽ തമിഴ്നാട് ഭരിക്കുന്നവർക്കോ കർണാടക ഭരിക്കുന്നവർക്കോ ഒക്കെ ചിലപ്പം യുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതായും രാഷ്ട്രീയപരമായി അത് തന്നെയാണ് ഉണ്ടാവും. നോക്കൂ, പണ്ട് നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഡു ഓർ ഡൈ എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്തെ മുദ്രാവാക്യം. ഇന്നും BJP മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താ? ജയിൽ ഓർ ജോയിൻ. ഒന്നെങ്കിൽ BJPയിൽ ജോയിൻ ചെയ്തോ ഇല്ലെങ്കിൽ ജയിലിൽ പോകാം എന്നുള്ളതല്ലേ. എത്ര കേസുകളുണ്ട്. ഉല്ലാസ് ബാബു വളരെ എന്താണ് പറയുന്നത്, വളരെ വിശാലമായി നിങ്ങൾ ഒരു വലിയ അഴിമതി വിരുദ്ധ പാർട്ടിയാണ്, നിങ്ങൾ അഴിമതി വിരുദ്ധ സേനയാണ്, ഈ രാജ്യം കണ്ടിട്ടുള്ള ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ നായകരാണ് എന്ന രീതിയിൽ വലിയ പ്രസംഗം നടത്തിയല്ലോ ശ്രീ ഉല്ലാസ് ബാബു. നിങ്ങളുടെ ED 121 കേസെടുത്തിട്ടുണ്ട് 2 വർഷത്തിനിടയിൽ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. അതിൽ 115 കേസുകളുണ്ടല്ലോ, അത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. അതിൽ 6 കേസുകളിൽ ഒരു കേസ് വസുന്ധര രാജ സിന്ധ്യ എന്ന് പറയുന്ന നിങ്ങളുടെ രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രിക്കെതിരെയാ. ഏത് സമയത്താ കേസെടുത്തതെന്നറിയാമോ? അവരുടെ മകനെതിരെ. അവർ അവിടെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർത്തിയപ്പോ അവരവിടെ ഭരണത്തിൽ മാറ്റമുണ്ടാകും, തന്റെ അധികാര ക്രമസേന പോകുമെന്ന് കണ്ടപ്പോ കോൺഗ്രസോ മറ്റേതെങ്കിലും പാർട്ടികളിലേക്കോ അവർ ചേക്കേറുമെന്ന് നിങ്ങൾ ഭയന്നപ്പോ നിങ്ങൾ അവരുടെ മകനെതിരെ കേസെടുത്തു. അങ്ങനെ നിങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിലുള്ള എന്താ പറയുന്നത് പ്രതിപക്ഷ ശബ്ദങ്ങളെ മുഴുവൻ നിങ്ങൾ 6 കേസുകളിൽ ഒതുക്കി നിർത്തി. മറ്റു 115 കേസുകളിൽ 8 കേസുകൾ നിങ്ങൾ സെറ്റിൽ ചെയ്തു. ഏതൊക്കെയാ 8 കേസ് എന്ന് അറിയാമോ? ഒന്ന് ഹേമന്ത് വിശ്വാസ് ശർമ്മ, ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് എന്ന് കേട്ടിട്ടില്ലേ? 2014 നിങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ച വാക്കാണ് ശാരദ ചിട്ടി ഫണ്ട്. അതിൽ ഹേമന്ത് വിശ്വാസ ശർമ്മ അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിൽ ചേർത്തു. നിങ്ങൾ അങ്ങേ അടിമുടി നിങ്ങൾ വെളുപ്പിച്ചു കൊടുത്തു. BJPയിൽ ചേർന്നാൽ വൈറ്റ് വാഷിംഗ് നടത്തി കൊടുക്കുന്ന നല്ല വൃത്തിക്ക് എന്നുള്ളതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങളുടെ ഫ്ലെക്സുകളിൽ നിങ്ങൾ അത് എഴുതി വെക്കണം. വൈറ്റ് വാഷ് സേന എന്നുള്ളത് എന്താണ് RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അല്ലെങ്കിൽ BJPക്ക് ഭാരതീയ ജനതാ പാർട്ടി എന്നത് മാറ്റി വൈറ്റ് വാഷിംഗ് ജനതാ പാർട്ടി എന്നാക്കി കൊടുത്താൽ നന്നാവും. എത്ര പേരെയാണ് BJPയിൽ ചേർന്നതിന്റെ പേരിൽ നിങ്ങൾ EDയുടെ കേസുകൾ, CBIയുടെ കേസുകൾ, നാഷണൽ ക്രൈം ഡിപ്പാർട്ട്മെന്റുകളുടെ കേസുകൾ മാറ്റിക്കൊടുത്തതെന്ന് അറിയാമോ? അജിത് പവാറിനെ ഓർമ്മയുണ്ടോ ഉല്ലാസ് ബാബുവിന്? ആരാണ് അജിത് പവാർ? മഹാരാഷ്ട്രയിൽ നിങ്ങൾ പറഞ്ഞത് NCP സമം നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി. There is a captain for naturally corrupted party and that is Ajit Pawar എന്നാണ് നിങ്ങൾ പ്രസംഗിച്ച വേറെ ആരുമല്ല, അമിത്ഷായാണ്. അമിത്ഷാ മഹാരാഷ്ട്രയിൽ. അജിത് പവാർ നിങ്ങളുടെ കൂടെ കൂടി കോൺഗ്രസിന്റെ പാളയം വിട്ടു. ഉടനെ അജിത് പവാറിനെതിരായിട്ടുള്ള എല്ലാ കേസുകളും കൂട്ടി മാറ്റി തേച്ചു കൊടുത്തു. ED എടുത്ത എല്ലാ കേസുകളിലും ആരൊക്കെ EDയുടെ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം BJPയിൽ ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് മാറിയിട്ടുണ്ട്, അവർക്കെതിരെയുള്ള എല്ലാ കേസുകളും നിങ്ങൾ കൂട്ടിക്കെട്ടി. ED എടുത്ത് ഏതൊക്കെ കേസുകളിൽ പ്രതിയേർക്കപ്പെട്ടവർ ആരൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുണ്ട് അവരെ എല്ലാം നിങ്ങൾ മാപ്പ് സാക്ഷിയാക്കി അപ്രൂവർ ആക്കി. ഈ കേസിലും അതെല്ലാം ഉണ്ടാവുന്നത്. അരവിന്ദ് കേജ്രിവാളിന്റെ കേസിലും അവസാനം നിങ്ങൾ കേജ്രിവാളിലേക്ക് എത്തുന്നത് അപ്രൂവർമാരുടെ മൊഴി മാത്രം വെച്ചുകൊണ്ടാണ്. ഈ അപ്രൂവർമാർ മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചതിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം അതീഷി അടക്കമുള്ളവർ പുറത്തുവിട്ടില്ലേ? അപ്പോ ഈ രാജ്യത്ത് വളരെ കൃത്യമായി നിങ്ങൾ ഫോൾസ് എവിഡൻസുകൾ ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ് എന്താണ് പറയുന്നത് NIA കേസുകളിൽ അടക്കം വിവിധ സ്റ്റാൻസ്വാമി അടക്കം ആരോപിച്ചത്. സ്റ്റാൻസ്വാമിയുടെ മൊഴിയുണ്ട്. എന്റെ ലാപ്ടോപ്പിലേക്ക് ചില മാൽവെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫേക്ക് ഡോക്യുമെന്റ്സ്, ഫേക്ക് എവിഡൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് NIAയുടെ മൊഴിയുണ്ട് സ്റ്റാൻസ്വാമിയുടേത്. ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. ഞാൻ തിരികെ എത്താം. ഇതിന്
പ്രധാനപ്പെട്ട ഒരു വിഷയം. BJP അടുത്ത നീക്കം എന്തായിരിക്കും? കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി ഇത് അവസാനിപ്പിക്കുമോ? ഭരണപരമായിട്ട് പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിയുകയാണെങ്കിൽ അടുത്ത ഘട്ടം ലഫ്റ്റനന്റ് ഗവർണർ നേരത്തെ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഡൽഹിയിൽ. സ്വാഭാവികമായിട്ടും രാഷ്ട്രപതി ഭരണത്തിന് കളമൊരുക്കാനുള്ള ഒരു നീക്കമായി BJP ഇത് ഉപയോഗപ്പെടുത്തുമെന്നൊരു ചോദ്യം കൂടി പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് കൂടി കടക്കാം, ഒപ്പം മറുപടികളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്ര സർക്കാർ AICCയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ പ്രചാരണത്തിന് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്നതായി പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. കഴിഞ്ഞ 5 വർഷത്തെ തന്റെ പ്രവർത്തനം വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്നും ന്യൂസ് 8ന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ശ്രീകണ്ഠൻ. വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതി വിധിയിലെ തനിക്കെതിരായ പരാമർശങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി. ഊരിന് പുറത്ത് സമൂഹ വിവാഹം. 216 ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച 100ാമത് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മാംഗല്യമൊരുക്കിയത്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ. തിരുവനന്തപുരം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു. കോളേജിൽ നടന്ന ഹോളി ആഘോഷത്തിൽ നടന്ന കലഹം കോളേജ് പുറത്ത് ഹോസ്റ്റലുകളിലേക്ക് നീങ്ങി. മെൻസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പുറത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചു. പോലീസ് എത്തി ലാത്തി വീശിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച AAPയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും പങ്കെടുക്കും. കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കവിതയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇഡിക്ക് പിന്നാലെ നടപടിക്കൊരുങ്ങി CBI. രാഹുൽ ഗാന്ധി നാളെ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹാജരാകും. ഹാജരാകുന്നത് BJP ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ. പൂക്കോട് സർവകലാശാല വിവാദം പുകയുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പുറത്താക്കിയവരെ തിരിച്ചെടുത്ത നടപടിക്ക് തുടർന്നുണ്ടായ വിവാദത്തിൽ 2ാമത്തെ VCയും രാജിവെച്ചു. തുടർ നടപടികൾക്കൊരുങ്ങി ഗവർണർ. പകരം ചുമതല നൽകും. മുഖ്യമന്ത്രി വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇനി സമരം ചെയ്യുക സെക്രട്ടേറിയറ്റ് നടയിലായിരിക്കില്ല, പകരം ക്ലിഫ് ഹൌസിന് മുന്നിലായിരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ന്യൂസ് 8നോട്. സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറാനുള്ള സർക്കാർ നീക്കം കുടുംബത്തിന്റെ വായടപ്പിക്കാനായിരുന്നുവെന്നും ജയപ്രകാശ്. കൊച്ചി ഗുണ്ടാ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ഇന്ന് ATSന് മുൻപിൽ ഹാജരാകും. നെടുമ്പാശ്ശേരിയിലെ ഓഫീസിൽ രാവിലെ 10:30 ഹാജരാവുക. ATS ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ. +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. SSLC പരീക്ഷ ഇന്നലെ അവസാനിച്ചിരുന്നു. മൂല്യനിർണ്ണയം ഉടൻ ആരംഭിക്കും. മെയിൽ ഫലം പ്രസിദ്ധീകരിക്കാൻ ശ്രമം. വയനാട് ചുള്ളിയോട് ചന്തയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ ബന്ധു മരിച്ചു. സമീപം കിടന്നുറങ്ങുകയായിരുന്ന ചന്തക്കുന്ന് കോളനിയിലെ ഭാസ്കരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെ SFIക്കാർ തന്നെ ഒരുപാട് ദ്രോഹിച്ചതായി ആലത്തൂർ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു. ആലത്തൂർ മണ്ഡലത്തിൽ SFIയുടെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുമെന്ന് സരസു ന്യൂസ് 18നോട്. കേന്ദ്ര സർക്കാർ AICCയുടെ ചർച്ച തുടരുന്നു. വീണ്ടും വിനോദ് മാത്യു വിൽസൺ. പലപ്പോഴും ഭരണം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കെജ്രിവാൾ പുറത്തുള്ളപ്പോൾ തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഉത്തരവുകൾ പലതും തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ എടുക്കുന്ന നിലപാടൊക്കെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായിട്ടും ഭരണ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ലല്ലോ. അത്തരം ചില വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അധികാരം മറ്റാരിലേക്കെങ്കിലും കൈമാറുന്നതല്ലേ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി?
അല്ല, അതിന് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ലീഡർഷിപ്പ് ഉണ്ട്. അവർ പറയട്ടെ, ചെയ്യട്ടെ, നിയമകാര്യങ്ങളിലേക്ക് പോട്ടെ. പക്ഷേ ഇവിടെ ഉല്ലാസ് ഉന്നയിച്ച മറ്റൊരു ആരോപണം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. കേജ്രിവാൾ അഴിമതി നടത്തി എന്നുള്ള ആരോപണം വന്നു. അദ്ദേഹം പൈസ ഇലക്ഷൻ ഗോവൻ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുള്ള ആരോപണം വന്നു. ഞാൻ അടുത്തതപ്പം ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത ആരോപണം ബി ജെ പിക്കാരൻ വെക്കാവുന്ന ആരോപണം രാജ്യദ്രോഹി എന്നുള്ളതാണ്. കാരണം അതാണല്ലോ അവരുടെ ലൈൻ. ആദ്യം അവർ കാര്യങ്ങൾ കുറച്ച് വളച്ചുകെട്ടി പറയും. അതിലേക്ക് വരാം. അപ്പം ഈ രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ ഇവന്മാർക്ക് എഴുതി കൊടുത്തേക്കുന്ന കാര്യമൊന്നുമല്ല. ഏറ്റവും വലിയ രാജ്യദ്രോഹികളും ദേശവിരുദ്ധരും ഈ ബി ജെ പിക്കാരാണ്. ഞാനിത് ഇവിടെ ഓൺ ചെയ്ത് പറയുകയാണ്, ഒരു സംശയമില്ല. ഇവരാണ് കള്ളന്മാർ, ഇവരാണ് രാജ്യദ്രോഹികൾ, ഇവരാണ് രാജ്യത്തെ നശിപ്പിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ നശിപ്പിക്കുന്നത്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്, ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കുന്ന ഇവരാണ്. ഒരു തർക്ക വിഷയത്തിലില്ല. എന്താ ആരോപണം? 133 കോടി രൂപ കേജ്രിവാൾ വാങ്ങിച്ചിരിക്കുന്നു. എന്തിനാ വാങ്ങിച്ചിരിക്കുന്നത്? ഖാലിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള ദബീന്ദർ പാൽ സിംഗ് ബുള്ളൻ എന്ന് പറയുന്ന ആളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായി 133 കോടി രൂപ അരവിന്ദ് കേജ്രിവാൾ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് രാജ്യദ്രോഹിയാണ്. രാവിലെ മുതൽ അവരുടെ സോഷ്യൽ മീഡിയ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അത്തരം ഒരു കാര്യം. ശരിയാണ്, ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഈ പറയുന്ന ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൻ്റെ പണവും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് കേജ്രിവാളല്ല. ആ പണം വാങ്ങിച്ചിരിക്കുന്നത് ഈ ബി ജെ പിക്കാരന്മാരാണ്. ഇവരാണ് രാജ്യദ്രോഹികൾ. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, ഫാക്ട് നടത്തിക്കോളൂ. അതായത് 2023 നവംബർ 26-ാം തീയതി RP സിംഗ് നാഷണൽ സ്പോക്സ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ട്, ഈ പാർട്ടിക്കുണ്ട്. ബി ജെ പിയുടെ നാഷണൽ സ്പോക്സ്മാനാണ്, ഫോർമർ MLA ആണ്. അദ്ദേഹം ഇവരുടെ ഈ വലിയ ഇതിനെയൊക്കെ സഹായിക്കുന്ന ഇവരുടെ വിമൽ കുമാർ സക്സേന എന്ന് പറയുന്ന ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് ഒരു കത്തുണ്ട്. ആ കത്ത് ഇതാണ്: Subject on this auspicious occasion of Guru Nanak Dev Guru Prabhu, I appeal your good office to initiate the process of release of Devendra Pal Singh Bullar, അതായത് ഈ ഖാലിസ്ഥാൻ തീവ്രവാദിയ, son of late S. Bhagavan Singh under Article 161 of Constitution of India. ഇന്ത്യയുടെ ഭരണഘടനയിൽ 161-ാം വകുപ്പ് പ്രകാരം ഈ തീവ്രവാദിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവരുടെ സക്സേന എന്ന് പറയുന്ന ലെഫ്റ്റനന്റ് ഗവർണർക്ക് നാഷണൽ സ്പോക്സ്മാനായ ബി ജെ പിക്കാരനും അദ്ദേഹത്തിന്റെ മകളും കൂടെ ലെറ്റർ കൊടുത്തതാണ്. ഇത് കാണിക്കണം, ചാനലുകാർ കാണിക്കണം. ഇനിയും അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഉണ്ട്. എന്തായിരുന്നു ട്വീറ്റ്? ആ ട്വീറ്റൂടെ വായിക്കാം. അവിടേക്ക് പോകണം. അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോ, അദ്ദേഹത്തിന് ട്വീറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ തീവ്രവാദിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് കൊടുത്തതും മകളുടെ കൂടെ പോയി അദ്ദേഹത്തെ കണ്ടതും ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള മനുഷ്യനും മകളുമാണ്. പണം വാങ്ങിച്ചിട്ടുണ്ട്, ഇവരാണ് പണം വാങ്ങിച്ചത്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി തീരെഴുതി കൊടുത്തേക്കുന്ന സാധനമൊന്നുമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, വിമർശനം ഉന്നയിച്ചാൽ അവൻ പാകിസ്ഥാൻകാരനാണ്, അവൻ അങ്ങോട്ട് പോകണം, അവൻ ഇന്ത്യ വിട്ടു പോകണം, ഇവർക്ക് എഴുതി കൊടുത്തേക്കുന്നതാണോ ഇന്ത്യ എന്ന മഹാരാജ്യം? ഇവരെന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് സ്വാതന്ത്ര്യ സമര സമയത്ത് അവർ ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത്, അവരെ എല്ലാവിധ മാപ്പെഴുതി കൊടുത്ത്, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തതിന് ശേഷം അധികാരത്തിൽ വരുന്നതിന് വേണ്ടി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യർ. നമുക്കറിയാം, റംസാൻ സമയമായപ്പോൾ പുതിയൊരു CA വരാൻ പോകുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കുക. ഇനി അത് മാത്രമല്ലല്ലോ, ആരോപണം ഞാൻ തിരിച്ചു ചോദിക്കുന്നു. 2019 പുൽവാമ ആക്രമണം മറന്നിട്ടില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്, ഒന്ന് നിഷേധിക്കാമോ? എന്താ വാർത്ത? അതായത് സത്യപാൽ മാലിക് എന്ന് പറയുന്ന അന്നത്തെ ജമ്മു കാശ്മീർ ഗവർണറായ മനുഷ്യൻ, ബി ജെ പിക്കാരൻ, അദ്ദേഹം ദ വയർ എന്ന് പറയുന്ന മാഗസിനിൽ കരൺ താപ്പറുമായി നടത്തിയ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം മുമ്പോട്ട് വെച്ചു. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും, ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും, ഗോ മീഡിയ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. എന്തായിരുന്നു ആരോപണം ഇതാണ്: അതായത് ഒരാഴ്ച കാലത്തോളം 300 കിലോ RDXുമായി ജമ്മു കാശ്മീരിന്റെ വഴിത്താരകളിൽ പാകിസ്ഥാനിൽ കാർ കറങ്ങി നടന്നു. അതിനെപ്പറ്റി ഇൻഫർമേഷൻ കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, 18/10 എന്ന് പറയുന്ന ലിങ്ക് റോഡിൽ സുരക്ഷ വിന്യസിപ്പിക്കണം എന്ന് പറഞ്ഞ് ഗവർണർ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുത്തു. അന്നേരം അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞത് മിണ്ടാതിരിക്കണം, ഇത് പുറത്തു പറയരുത് എന്ന്. ഇത് പുറത്തു പറഞ്ഞതാരാണ്? ഇന്റർവ്യൂ കൊടുത്തതാരാണ്? സത്യപാൽ മാലിക് എന്ന് പറയുന്ന ജമ്മു കാശ്മീരിന്റെ ഗവർണറായ BJP ആണ്. ഇവർക്ക് അതിന് മറുപടി ഉണ്ടോ? പുൽവാമ ആക്രമണം ആസൂത്രണം ചെയ്തതാണെന്ന് പറയുന്നു. പുൽവാമ ആക്രമണം ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ അന്വേഷണത്തിന്റെ പുരോഗതി രാജ്യത്തെ അറിയിച്ചിട്ടുണ്ടോ? ഇവർ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, വോട്ട് നേടി അധികാരത്തിൽ വന്നു. പക്ഷെ ഇപ്പോഴും ആ മരിച്ച് മണ്ണോട് നിൽക്കുന്ന ജവാന്മാര്, അവരുടെ കുടുംബത്തോട്, ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ മഹാമനുഷ്യരോട് എന്തുകൊണ്ട്, ആർക്കാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത്? ആരാണ് ഈ തീവ്രവാദി ആക്രമണത്തിന്റെ പിന്നിൽ? എങ്ങനെ അവർ ഇന്ത്യൻ മണ്ണിൽ കടന്നുകൂടി? എങ്ങനെ RDXുമായി ഈ വഴിത്താരുകൾ സഞ്ചരിച്ചു? എങ്ങനെ ഈ പറയുന്ന അതുപോലെ ഇവരുമായി യാത്ര ചെയ്ത റോഡുകളിൽ സുരക്ഷ വിന്യസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ
ഇതൊന്നും ചെയ്യാതിരുന്ന സാഹചര്യം ഈ ഇലക്ഷന് വേണ്ടി ഇതും അതിനു വേണ്ടിയിട്ടാ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. BJP എന്ന് പറയുന്ന പാർട്ടിയാണ്, BJP-കാരനാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നത്, ഈ രാജ്യത്തിന്റെ മതേതര സങ്കല്പക്ക് കടക്കൽ കത്തിവെക്കുന്നത്. ഇവരാണ് രാജ്യദ്രോഹികൾ, ഇവരാണ് വർഗീയവാദികൾ. ഉല്ലാസ് ബാബു, കേസുകളുടെ കാര്യം, കേസുകളുടെ തലം, അതേതെല്ലാം കേസുകൾ എന്ന് ചോദിക്കുമ്പോൾ ആരുടെ എല്ലാം കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കേണ്ടായി വരുന്നു. ഹിമന്ത് ബിശ്വ ശർമ്മ തൊട്ട് പ്രേമ കണ്ടു വരെയുള്ളവരുടെ കേസുകൾ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. BJP-ക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയവരുടെ കേസുകൾ എഴുതി തള്ളിയവരാണ് ഈ കേസുകളെ കുറിച്ച് ചോദിക്കുന്നത്. ചോദിക്കാൻ എന്ത് ധാർമ്മികതയുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ ചോദിക്കുന്നതിനെ കുറ്റം പറയുന്നത് എങ്ങനെ? ആം ആദ്മി പാർട്ടി പലതും പറയും. അവരുടെ നേതാവ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇതിന് മറുപടി പറയണം. ഞാൻ ഈ പറഞ്ഞ 133 കോടിയുടെ മറുപടി പറയണം. കേജ്രിവാളിനെ ഖാലിസ്ഥാൻ തീവ്രവാദിയാക്കി ഒന്ന് എന്റെ വിനോദ ഈ ലോ കോളേജിലെ തെരഞ്ഞെടുപ്പല്ലാന്ന് ഒന്ന് കിടി അടിക്കാതിരിക്കുക. നിങ്ങൾ അന്നത്തെ പോലെ നിങ്ങൾ പ്രായം പക്വതൊക്കെ ആയില്ല, ഒന്നും മിണ്ടാതിരിക്കപ്പാ. പറയണത് കേക്ക്. നമ്മൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ. അന്ന് നിങ്ങൾക്ക് ഈ ആവേശം ഉണ്ടായിരുന്നു, എനിക്കും ആവേശം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഒതുങ്ങിയപ്പോ നിങ്ങൾ ഒതുങ്ങ്. കേക്ക് പറയട്ടെ. വിനോദിന് ഒരിക്കലും കോൺഗ്രസിന് കുറ്റം പറയാൻ പറ്റില്ല. വിനോദ് ഭയങ്കര കോൺഗ്രസ് നേതാവായിരുന്നു. അതിനുശേഷം കുറച്ചാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തു, അതിനെ സഹായിച്ച് കേരള കോൺഗ്രസ്. ഇപ്പൊ ആം ആദ്മി പാർട്ടി. നാളെ ഞങ്ങളുടെ ആളോ, ഒരു സംശയം വേണ്ട. ഞാൻ ഇനി ഇടപെടരുത് കേട്ടോ, ഞാൻ പറഞ്ഞോട്ടെ. അപർണ ഒരു കാര്യം ചോദിച്ചില്ലേ, കേസുകൾ എവിടെ പോകുന്നു, ഇത്യാദി കാര്യങ്ങളൊക്കെ പോകുന്നു. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി കിടക്കുന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രി, ഇന്ത്യ മഹാരാജ്യത്ത് ഡൽഹി ഭരിക്കുന്ന മുഖ്യമന്ത്രി അഴിമതി കേസിൽ അറസ്റ്റിൽ കിടന്ന് പിന്നെ അവിടെ കിടന്നവർ നിരവധി അഭ്യാസങ്ങളൊക്കെ കളിക്കും. ഇവർ ഇതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ കൃത്യമായി പറയുന്നു അപർണ, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ച കാര്യങ്ങൾ കുടുംബങ്ങൾ മുഴുവൻ കയറിയിറങ്ങി സമ്പർക്കം നടത്തി ജനകീയ കോടതിയായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ മുമ്പിൽ 7 ഫേസായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളിതേ മത്സരിക്കുന്നു. ആകെ 10-30 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ആ സ്വാഭാവികമായിട്ട് ആ മത്സരത്തിൽ ആം ആദ്മി പാർട്ടി ഇവരുടെ വാദങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ വാദങ്ങൾ വരട്ടെ. പിന്നെ ഞങ്ങൾ അധികാരത്തിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന സമയത്ത് അവരുടെ കേസുകൾ എഴുതിത്തള്ളി, അവരുടെ ഞങ്ങൾ ക്ലീൻ ചീറ്റ് കൊടുത്തു. അതൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സംശയലേശം പിന്നെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഞങ്ങളുടെ ദേശീയതയും ഞങ്ങളുടെ വികസനത്തെയും ചെയ്ത തെറ്റുകൾ പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണമായി ഞങ്ങളുടെ വികസന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം വന്നാൽ, ആ രാഷ്ട്രീയ വ്യക്തി വന്നാൽ ഞങ്ങൾ അതിനെടുക്കും. അത് വിചാരിച്ച് അവരുടെ പിൻകാല ചരിത്രത്തെ എഴുതിത്തള്ളിയുള്ള രാഷ്ട്രീയമൊന്നുമില്ല. അത് നിങ്ങൾ ഇവിടെ ഇരുന്ന ആരോപണം ഉന്നയിച്ച് കരയാതല്ലാതെ ഒരു കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റ് ചെയ്തവന്റെ പിന്നാലെ ആ ഏജൻസി ഉണ്ടാവും, അവരുടെ അന്വേഷണം ഉണ്ടാവും. അവരതിന് സമയം എടുക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്തിന് ശേഷം അത് കൃത്യമായിട്ട് വരും. അന്ന് നമുക്ക് ചർച്ച ചെയ്യാം, ഒരു സംശയവും വേണ്ട. പിന്നെയും തുടങ്ങി. ഈ മനുഷ്യനോട് എത്ര തവണ പറഞ്ഞെന്നേ കേസുകൾ, ആ കേസുകൾ അവിടെ പോയി എന്നാണ് ചോദ്യം. ഉല്ലാസ് എന്നെ ആക്രമിക്കാൻ വസന്താണ് പറയുന്നത്. വസന്തിലേക്ക് വരാം. എനിക്ക് ഉല്ലാസ് ഒന്ന് പറഞ്ഞു നിർത്തിയിട്ട് വസന്തിലേക്ക് വരാം, നമുക്ക് ആഞ്ഞടിക്കാം. വസന്ത് ഒരു ഒരല്പം കാണുന്നില്ല. എന്റെ വസന്ത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്. 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന നിങ്ങൾ രാഷ്ട്രീയത്തിൽ ജയിക്കാൻ പറ്റതിന് BJP-യുടെ നെഞ്ചത്തേക്ക് കയറുന്നോ? അങ്ങാടിയിൽ തോട്ടത്തിന് അമ്മയോട് എന്ന രീതിയിൽ മത്സരിക്കാതെ 10 വോട്ട് മേടിച്ച് നിങ്ങളുടെ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആർക്കെതിരെ വേണമെങ്കിൽ അന്വേഷണം നേരിടുന്നേ? ജനകീയ കോടതിയിൽ വലിച്ചു കൂരിയിട്ട് ചുരുട്ടിക്കൂട്ടി അറബിക്കടലിലേക്ക് തള്ളിയറിഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ട് തെങ്ങുംപുള്ളി എന്നോട് യുദ്ധം വെട്ടാൻ വന്നിട്ടോ BJP-യോട് കൊഞ്ഞനം കുത്താൻ വന്നിട്ടോ BJP-യുടെ വളർച്ച കണ്ട് ദയനീയമായിട്ട് കരഞ്ഞിട്ടോ കാര്യമില്ല. പോയി വോട്ട് വാങ്ങിക്ക്. BJP 10 വർഷക്കാലം ചെയ്ത കൃത്യമായിട്ടുള്ള വികസനം ജനങ്ങളിലേക്ക് എത്തിച്ച് കറക്റ്റായി ഞങ്ങൾ ജനകീയ കോടതിയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഞങ്ങൾ വിജയത്തിലേക്ക് വരുമ്പോ നിങ്ങൾ പറയപ്പാ ഞങ്ങളുടെ വികസനമല്ല നിങ്ങളുടെ വികസനമാണ് നല്ലത്. നിങ്ങളുടെ വികസന എന്റെ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയ്ക്കകത്ത് പുറത്തിട്ടില്ലേ? രാജസ്ഥാനിൽ നിന്ന് എടുത്ത് പുറത്തിട്ടില്ല, മധ്യപ്രദേശിൽ നിന്ന് എടുത്ത് പുറത്തിട്ടില്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്. എന്താ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ച നയങ്ങളൊന്നും വിജയിക്കാതെ വന്നു?
വികസനം എന്ന് പറയപ്പെടുന്നതും കാഴ്ചപ്പാടും രാഷ്ട്രീയവും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. തെങ്ങുംപുള്ളി ഇവിടെ കിടന്ന് ഓളിയിട്ടിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തോളത്തിരുന്ന് ആം ആദ്മി പാർട്ടിയുടെ തോളത്തിരുന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ വിവിധ രാഷ്ട്രീയ സംഘടനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ BJP-യെ നേരിടുന്ന രീതിയിൽ പക്ഷേ അപ്പോഴും ശരി ഉല്ലാസ്, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. അപ്പോഴും ഉല്ലാസ് 400 സീറ്റുമായിട്ട് BJP വരും. 40 സീറ്റുമായി നിങ്ങൾ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ സമരം ചെയ്യാൻ പോകും നിങ്ങളുടെ ആളുകൾ. അപ്പോഴും ഉല്ലാസ്, ഞാൻ ചോദിക്കുന്നത് ഡൽഹിയിൽ നിങ്ങൾക്ക് ഭയമില്ലേ? ഡൽഹിയിൽ ഈ ജനപിന്തുണയിൽ നിങ്ങൾക്ക് ഭയമില്ലേ? ജനാധിപത്യ വ്യവസ്ഥയിൽ ഉല്ലാസ്, ഡൽഹിയിൽ നിങ്ങൾക്ക് ഭയമില്ലേ? ഈ ജനപിന്തുണയിൽ, ആം ആദ്മിയുടെ ജനപിന്തുണയിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ ഭയമില്ലേ? നിശബ്ദ അടിയന്തരാവസ്ഥ ആരാ പറയണേ? പ്രത്യക്ഷ അടിയന്തരാവസ്ഥ ഈ നാട്ടിൽ പ്രഖ്യാപിച്ച പാർട്ടിയുടെ നേതാവ് ഒരു ഉളുപ്പുമില്ലാതെ പറയും ഇവിടെ നിശബ്ദ അടിയന്തരാവസ്ഥയാണെന്ന്. ഈ മഹാരാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇവിടുത്തെ ഏജൻസികൾ പ്രവർത്തിക്കുന്ന രീതിയോടോ നീതി ഞാൻ ചോദിക്കുന്നത് ഉല്ലാസ് കേൾക്കുന്നില്ല. ഓർഡറിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയോടോ ഞങ്ങൾക്കൊരു ഇടപെടലുമില്ലെന്ന് ശരി, കൃത്യമായി അവിടെ സമയത്ത് നിങ്ങൾക്ക് കരച്ചിൽ വരും. ആ കരച്ചിൽ വരുന്നത് തെറ്റല്ല. നിങ്ങൾ ഇരുന്ന് കരഞ്ഞോ, ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ജനങ്ങളിലേക്ക് പോവാ. ഞാൻ വോട്ട് നിങ്ങൾ ചോദിക്കേ. ഉല്ലാസ്, ഞാൻ ചോദിക്കുന്നത് ഡൽഹിയിൽ നിങ്ങൾക്ക് ഭയമില്ലേ? ഉല്ലാസ്, ഡൽഹിയിൽ ഓക്കെ, വസന്തിന്റെ മറുപടിയിലേക്ക് വരാം. ഓക്കെ, വസന്ത് പറഞ്ഞു. ഇന്ത്യയിൽ എവിടെയും ഭയമില്ലപ്പാ. ഈ കേരളത്തിൽ ഭയമില്ല, ഈ തമിഴ്നാട്ടിൽ ഭയമില്ല. ഡൽഹിയിൽ എന്തിനു ഭയക്കണം പറഞ്ഞ ആ പറയേണ്ട ചോദ്യം എന്താണ്? BJP ഡൽഹിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് 2 സീറ്റിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾ 10 വർഷക്കാലം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളർന്നുവെങ്കിൽ ഈ കെജ്രിവാളിനെയൊക്കെ ഭയപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അപർണയ്ക്ക് തോന്നിയെങ്കിൽ അപർണയുടെ ചിന്താഗതിയും അല്ലെങ്കിൽ അപർണയുടെ വിശകലന രീതിയിലും ചെറിയ പിശക് പറ്റിയെന്ന് നമുക്ക് ഇതിനകത്തൊരു വിഷയമില്ലേ? BJP-യുടെ ഒരു ആത്മവിശ്വാസം ഒരു സംശയമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനം ഭരിക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ നടക്കൂല. BJP-യുടെ ആത്മവിശ്വാസത്തിനകത്ത് മറ്റൊരു വിഷയം കൂടിയില്ലേ? അഭ്യാസം കളിച്ചിട്ട് വലിയ നീതി ദേവതയായിട്ടങ്ങ് ഭരിക്കണ്ട കേട്ടോ. ഓക്കെ, വസന്ത് മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ BJP-യുടെ ആത്മവിശ്വാസത്തിൽ ഒരു വിഷയമില്ലേ? ഇങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി അവിടെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഗവർണറുടെ ഇടപെടൽ നടത്തി ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്കൊക്കെ കടക്കാവുന്ന സാഹചര്യം വേണമെങ്കിൽ BJP-ക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇനിയും അടിക്കാൻ പന്ത് കുറെ ബാക്കിയുണ്ട് BJP-യുടെ കോർട്ടിൽ. അത് BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില വിഷയങ്ങൾ ഇന്ത്യ മുന്നണി മുന്നിട്ട് കാണുന്നില്ലേ? അതോ തെരഞ്ഞെടുപ്പിലുള്ള ഈ ആത്മവിശ്വാസം കൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നാണോ? മറുപടി വസന്ത് എല്ലാത്തിനും. ആദ്യം ഉല്ലാസ് ബാബുവിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ ഹിമന്ത് വിശ്വാസ ശർമ്മയുടെയും നമ്മുടെ അജിത് പവാറിന്റെ അടക്കം വോട്ട് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഞങ്ങളുടെ ദേശീയ എന്താ പറയുന്നത് സങ്കല്പത്തെയും ആശയത്തെയും ഒക്കെ കൈക്കൊണ്ട് കടന്നു വരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും. നിങ്ങൾ സ്വീകരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ നാഗ്പൂർ ആസ്ഥാനത്ത് ആനയിച്ചിരുത്തിക്കോളൂ. നിങ്ങൾ നിങ്ങളുടെ താമര ചിഹ്നം കയ്യിൽ പിടിച്ചു കൊടുത്തോളൂ. യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ചോദിച്ചത്, അങ്ങനെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നവർ അതിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിൽ നിന്നാണെങ്കിൽ കോൺഗ്രസിന് 5 രൂപ മെമ്പർഷിപ്പ്. പ്രശ്നം കാര്യമില്ല തെങ്ങുംപുള്ളി, വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തെങ്ങുംപുള്ളി സംസാരിക്കും കേട്ടോ. എനിക്ക് സംസാരിക്കാൻ ഒരു സമയം തരാത്ത ആളാണ് തെങ്ങുംപുള്ളി. ഞാൻ സംസാരിക്കും. ഒരു സംശയം വേണ്ട. നിങ്ങൾ എന്നോട് കാണിച്ച അതേ നിലപാട് നിങ്ങളോടും കാണിക്കും. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചർച്ചയുടെ അവസാനം വരെ സംസാരിച്ചുകൊണ്ടിരിക്കാം. എനിക്ക് യാതൊരു പ്രശ്നമുള്ള ആളല്ല. ശ്രീ ഉല്ലാസിന്റെ പഴയ ചർച്ചകൾ ഉണ്ടാവും. അപ്പോ ഞാൻ എന്താ സംശയം? നമുക്ക് മുട്ടപ്പ ഞാൻ ചോദിച്ചത് പഴയ മെമ്പർഷിപ്പ് എവിടെ പോയെന്നല്ല. ഞാൻ ചോദിച്ചത് ഈ രാജ്യത്തെ പ്രത്യക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടിയുടെ നേതാവല്ലപ്പ. നിങ്ങൾ അത് പറ. രജിസ്റ്റർ ചെയ്ത കേസുകൾ എവിടെ പോയി? അവർ ഇട്ട FIR-കൾ എവിടെ പോയി എന്നാണ് ചോദ്യം. അതിന് ഉത്തരം പറയേണ്ടത് BJP അല്ല, നിങ്ങളുടെ നാഗ്പൂർ. ആ കേസുകൾക്ക് ഒരു കുഴപ്പമില്ല. ആ കേസുകളൊക്കെ അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിക്കേണ്ട വ്യവസ്ഥയിൽ കൃത്യമായി അന്വേഷിച്ചു. തെങ്ങുംപുള്ളി പേടിക്കണ്ട കേട്ടോ. ഏജൻസികൾ, ആ ഏജൻസികളുടെ അന്വേഷണങ്ങൾ, അവരിട്ട FIR-കൾ അതെവിടെയാണ്? അത് നിങ്ങളുടെ നാഗ്പൂർ ആസ്ഥാനത്തിരുന്ന് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്താൻ പറ്റില്ല സാർ. അതാണ് വയനാട്ടിലെ പ്രധാനമന്ത്രിയോട് പറ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. രണ്ടാമത് ശ്രീ വിനോദ് വിൽസൺ പറഞ്ഞ മറ്റേന്താണ് നമ്മുടെ പുൽവാമയുടെ കേസൊന്നും ഞാൻ ഉല്ലാസ് ബാബുവിനോട് ഓർമ്മിപ്പിക്കുന്നില്ല. കാര്യം ഈ ലോകത്ത് തന്നെ ഒരു രാജ്യത്തിന്റെ ജവാന്മാരുടെ എന്താണ് പറയുന്നത് അവരുടെ നിങ്ങൾ ഓർമ്മിപ്പിച്ചോ? നിങ്ങൾ പറഞ്ഞു തരണം സകലവിധ സൂത്രകാര്യങ്ങളും. എനിക്കെന്താ വിരോധം? നിങ്ങൾ ഓർമ്മിപ്പിച്ചോ? ഒരു പ്രശ്നവും. നിങ്ങളോട് പുൽവാമയെ പറ്റിയും
ജവാന്മാരെ പറ്റിയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം, പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നുള്ള മിഥ്യാധാരണയൊന്നും എനിക്കില്ല. ജവാന്മാരുടെ സ്വന്തം രാജ്യത്തിന്റെ ജവാന്മാർ സ്വന്തം നാടിനെ കുറിച്ച് വിദേശത്ത് പോയിട്ട് കുറ്റം പറഞ്ഞ മാന്യന്റെ രാഷ്ട്രീയ സംഘടനയുടെ നേതാവല്ലേ തെങ്ങുംപുള്ളി നിങ്ങള്? സ്വന്തം നാടിനെ കുറിച്ച് അന്യദേശത്ത് പോയി കൊഞ്ഞനം കുത്തിയ നേതാവിന്റെ ആളുകളാണ് ഇവിടെ വന്ന് എന്നെ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്. അവിടെ ഇരിക്കുക തെങ്ങുംപുള്ളി, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ആരും ഒന്നും പറഞ്ഞാൽ കേൾക്കാവുന്ന അവസ്ഥയിലേക്ക് പോകും. ആരെങ്കിലും ഒരാൾ പറഞ്ഞ് താഴെ പോയി സാർ. 2004 നിങ്ങൾ കൂപ്പൂത്തി താഴെ പോയി. ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞായിരുന്നല്ലോ മുദ്രാവാക്യം. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്ന് ഏറ്റവും കൂടുതൽ വാജ്പേയി സർക്കാരിനെ താഴെ ഇറക്കിയത് നിങ്ങൾ ഈ പാവപ്പെട്ട ജവാന്മാരെ. നിങ്ങൾ രാജ്യസ്നേഹം ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ, സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരണ്ട. കാര്യം ഇവിടുത്തെ ജവാന്മാരുടെ ശവപ്പെട്ടിയിൽ അഴിമതി നടത്തിയ കേരളത്തിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തോളത്ത് കയറിയിരുന്ന് മത്സരിക്കുക. എന്തിനാ KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്നിട്ട് മത്സരിക്കുന്ന ആരിഫിനെതിരെ മത്സരിക്കുക? ഒരുമിച്ച് മത്സരിക്കുക. 7 തവണ മാപ്പ് കൂട്ടരാണ് നിങ്ങൾ. നിങ്ങൾ ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നോ? നിങ്ങൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് മത്സരിക്കപ്പാ ഞങ്ങളോട്. അല്ല, ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന എന്റെ ഉല്ലാസേ ഇടപെട്ടതെന്ന് തെറ്റിദ്ധരിച്ചാണ്. ഞാനല്ല ഉല്ലാസയാത്ര നിങ്ങളാണോ ഉല്ലാസം കൂടെ കൂടി ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്? കയ്യിൽ വെച്ചാൽ മതി കേട്ടോ, കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്, വെരി ക്ലിയർ. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് ഉണ്ടാക്കുന്നു ആർക്കെതിരെ? രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ പിടിച്ചു നിർത്തിയേക്കാം. എന്റെ വസന്ത തെങ്ങുംപുള്ളി, 50 കൊല്ലക്കാലം നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചാലും നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയായ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് പച്ച തൊടാൻ പോകുന്നില്ലെന്ന് എഴുതി വെച്ചോ, ഒരു സംശയം വേണ്ട. ജൂൺ 4-ാം തീയതി നമുക്ക് ചർച്ച ചെയ്യാം. 50 വർഷക്കാലം നിങ്ങൾ ഇവിടെ ഇരുന്ന് വീരവാദം പറഞ്ഞാലും നിങ്ങളുടെ പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് പച്ച തൊടാൻ പോകുന്നില്ലെന്ന് തെങ്ങുംപുള്ളി എഴുതി വെച്ചോ. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഭയമില്ലാന്ന് കാര്യം. നമുക്കറിയാം, ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് രോഗം കണ്ടതിൽ ധീരനായി വാഴ്ത്തപ്പെടുന്ന ആളാണ്. ചില ആൾക്കാർ അദ്ദേഹമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധീരനായ മനുഷ്യനെ ഹിറ്റ്ലറിനെ പറ്റി പറയുന്നത്. പക്ഷേ ഹിറ്റ്ലറിന്റെ മരണം അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി എഴുതി അദ്ദേഹത്തിന്റെ ഏറ്റവും സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹാൻസ് ഹെറ്റൻബർഗ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ അദ്ദേഹം ഒരു ബങ്കറിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വിഷം കഴിച്ചു മരിച്ചതായിട്ടും സ്വയം വെടിവെച്ച് മരിച്ചതായിട്ടൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം തന്റെ വളർത്തു നായയുടെ വായ്ക്കകത്തേക്ക് തോക്ക് തിരികയറ്റി അതിന്റെ തലച്ചോറ് ചിതറിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ അന്ത്യം അടുക്കുമ്പോൾ ഒരു മതിഭ്രമമുണ്ട്. അതായത് പരാജയപ്പെടാൻ പോകുന്നു, എൻ്റെ അധികാരം പോകാൻ പോകുന്നു, ഞാൻ സാധാരണ മനുഷ്യനായി നിരത്തിലിറങ്ങാൻ പോകുന്നു, ഞാൻ ചെയ്ത മഹാപാപങ്ങളൊക്കെ എന്നെ തിരിഞ്ഞു കൊത്താൻ പോകുന്നു, കർമ്മഫലം മുഴുവൻ എന്നിലേക്ക് വരാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ ഭയമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം. ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവർ 2 രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, വൈകാരികമായ വിഷയങ്ങൾ ഇളക്കി വിടും. നമുക്കറിയാം, അയോധ്യ വിഷയം, ബീഫ് വിഷയം, അല്ലെങ്കിൽ നമുക്ക് CAA വിഷയം, ഇത് വൈകാരികമാണ്. ഈ വിഷയങ്ങളൊക്കെ വൈകാരികമാണ്. 2 പറയുന്നത് നിയമപരമായിട്ട് ചില കാര്യങ്ങൾ, ചില ഗിമ്മിക്കുകൾ കാണിക്കും. ഈ 2 വിഷയത്തിന് മറുപടിയുണ്ട്. നമുക്ക് അയോധ്യ വിഷയത്തിലേക്ക് വരാം. രാമക്ഷേത്രം വോട്ട് കൊടുക്കുമെന്നായിരുന്നു ഇവരുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ ഇവരുടെ വിഷയം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇനിയും രാമക്ഷേത്രം പറയാൻ നടക്കില്ല. എന്താ കാര്യം? അവിടെയാണ് കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബുദ്ധിയെപ്പറ്റി രാഷ്ട്രീയ നിരീക്ഷകർ പോലും സമ്മതിക്കുന്നത്. കാര്യം, പലപ്പോഴും ഈ നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറുകാരും ഇട്ടുകൊടുക്കുന്ന ചൂണ്ടയിൽ കേജ്രിവാൾ കൊത്താറില്ല. മറ്റു പലരും അത് കൊത്തി വലിച്ച് അതിൻ്റെ പുറകെ ചർച്ചയ്ക്ക് പോകുമ്പോൾ കേജ്രിവാൾ അവിടെയൊക്കെ നിശബ്ദത പാലിക്കാറുണ്ട്, അവിടെയൊക്കെ ബുദ്ധിപരമായ സമീപനം എടുക്കാറുണ്ട്. 2 കാര്യം ചൂണ്ടിക്കാണിക്കാം. ഒന്നെന്ന് പറയുന്നത് അയോധ്യ വിഷയം. അയോധ്യ വിഷയത്തിൽ ഇദ്ദേഹം വലിയ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നു, ഇദ്ദേഹം പോയി കുമ്പിടുന്നു, ഇദ്ദേഹം വലിയ രാജ്യസ്നേഹിയാന്ന് കാണിക്കുന്നു. പക്ഷേ അവിടെ കേജ്രിവാളിൻ്റെ നിലപാട് എന്താണ്? കേജ്രിവാൾ ഡൽഹിയിൽ ഭരിക്കുന്ന കേജ്രിവാൾ ഡൽഹിയിലുള്ള സകല വൃദ്ധരായ മാതാപിതാക്കളും സൗജന്യമായി ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് അയോധ്യയിലേക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളെ അയോധ്യയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി. എന്നിട്ട് അദ്ദേഹം രാജ്യത്തെ പറഞ്ഞു, ഈ അയോധ്യ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവരുടെ കുടുംബസ്വത്തൊന്നുമല്ല, ഈ BJP-കാരെന്ന് പറയുന്ന കുടുംബസ്വത്ത് ഈ രാജ്യത്തെ എല്ലാ മതത്തെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൈന്ദവരുടെ പ്രതീകമാണ്. ഞാൻ പറഞ്ഞോട്ടെ, അതുകൂടെ പറഞ്ഞു. 2 ബീഫ് വിഷയമായിരുന്നു. ബീഫ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ബീഫ് എന്ന് പറയുന്ന വലിയ, അന്ന് എന്തായാലും കേജ്രിവാൾ പറഞ്ഞ മറുപടി, ബീഫ് വിഷയത്തിൽ കോടതി പോയിരിക്കുന്ന ഞാനല്ല,
എനിക്ക് മുമ്പ് ഭരിച്ചവരാണ്, അതുകൊണ്ട് കോടതി വിധി ഞാൻ അംഗീകരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് BJP കാരനാണെന്ന് എക്സ്പോസ് ചെയ്തു. അപർണ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം ഇവിടെ നിയമപരമായ പോരാട്ടം കഴിഞ്ഞ 10 വർഷം പരിശോധിച്ചാൽ BJP നിയമപരമായി പോരാടി തളർത്തിയ മനുഷ്യൻ കേജ്രിവാളാണ്. നമുക്കറിയാം ചാണ്ഡിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്, ആ മേയർ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ഇവർ കാണിച്ച കള്ളത്തരം, ഇവരുടെ റിട്ടേണിംഗ് ഓഫീസറെ പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യുന്ന സുപ്രീം കോടതി പറഞ്ഞു. അവിടെ കുൽദീപ് കുമാർ എന്ന് പറയുന്ന ഒരു പാവം തൂപ്പുകാരൻ ഇവിടെ മേയറായിരിക്കുന്നു. അപ്പം നിയമപരമായി ഇവരെ പരാജയപ്പെടുത്തുന്നു. ഇവർ ലോ ഓഫ് പ്രോഫിറ്റിന്റെ പുറത്ത് ഞങ്ങളുടെ MLA-മാരെ അയോഗ്യരാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് പണമെറിഞ്ഞ് ഞങ്ങളുടെ MLA-മാരെ വിൽക്കാം, പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ നിന്നില്ല. അത് എല്ലാ ഒരു തരത്തിലുള്ള തരത്തിലാണ് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് എന്നൊക്കെ ഇനി വരുന്ന ജനകീയ പ്രതിഷേധങ്ങളൊക്കെ കാണും. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, BJP-ക്ക് കേജ്രിവാൾ ഭയമുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ പോളിലേക്ക് 54% പ്രേക്ഷകരും അങ്ങനെയാണ് എന്ന് പറയുന്നു. 44% പ്രേക്ഷകർ അല്ല എന്നും, ഭൂരിഭാഗം പേരും അങ്ങനെ ഒരു ഭയം BJP-ക്ക് ഉണ്ട് എന്ന് തന്നെയുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയപരിമിതി കൊണ്ടാണ് എനിക്ക് വീണ്ടും അതിഥികളിലേക്ക് കടക്കാൻ കഴിയാത്തത്. ക്ഷമിക്കുക. ഉല്ലാസ് ബാബു, വസന്ത് തെങ്ങുംപള്ളി, ഒപ്പം വിനോദ് മാത്യു ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് അന്തിചർച്ച പൂർണ്ണമാകുകയാണ്. നമസ്കാരം.